ഹായ് ഡിയർ ഫ്രണ്ട്സ്, എക്കണോമിക്സിലെ മൊഡ്യൂൾ 3 ഏകദേശം നമ്മൾ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൊഡ്യൂൾ 4ലെയും കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ആൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്ന മൊഡ്യൂൾ 4ലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റും അതുപോലെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോകാം. അപ്പം ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് രണ്ട് ബജറ്റുകൾ അല്ലെങ്കിൽ ബജറ്റിന് രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ടുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്ന് പറയുന്നത് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്, അതുപോലെ തന്നെ മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട്, രണ്ടും സെയിം ആണ്. അപ്പം ഇതെന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ബജറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ അതിന്റെ ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഗവൺമെന്റിന്റെ റവന്യൂ അക്കൗണ്ട് അതുപോലെ തന്നെ മൂലധന അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നടപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കൗണ്ടിനെയാണ്, അത്തരത്തിലുള്ള അക്കൗണ്ടിനെയാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവുകളും എല്ലാം ഇതിനകത്താണ് ഉൾപ്പെടുന്നത്. അതായത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമാനം, ഗവൺമെന്റിന് വരുന്ന വരുമാനമുണ്ട്, ഗവൺമെന്റിന് വരുന്ന ചെലവുകളുണ്ട്. അതായത് ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന് വരുന്ന വരവുകളും ഗവൺമെന്റിന്റെ ചെലവുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായിട്ട് പുനരാവർത്തന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിക്കറിങ് നേച്ചറുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വരുമാനം, അതായത് നികുതി വരുമാനം, അതുപോലെ നികുതി ഇതര വരുമാനം, അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ട്. വരുമാനത്തിൽ നമുക്ക് നികുതി വരുമാനം, അതിനകത്ത് ആദായ നികുതിയുണ്ട്, GST ഉണ്ട്, ചരക്ക് സേവന നികുതിയുണ്ട്, കോർപ്പറേറ്റ് നികുതിയുണ്ട്. അങ്ങനെ ഇതെല്ലാം വരുമാനമാണ്. ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രധാനമായിട്ട് ഇത്തരം നികുതികൾ വഴി ആണ്, അല്ലെ ആദായ നികുതിയും GST വഴിയൊക്കെയാണ് ഗവൺമെന്റ് എന്ത് കിട്ടുന്നത്, വരുമാനം കിട്ടുന്നത്. അതുപോലെ നികുതി ഇതര വരുമാനം എന്ന് പറഞ്ഞാൽ സർക്കാർ നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസ്, ആ വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെ. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതേപോലെ ഡിവിഡൻഡുകൾ, പലിശ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെ. ഇത്തരം വരുമാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സർക്കാരിന് യാതൊരു ബാധ്യത ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കൂടാതെ ഗവൺമെന്റിന്റെ എന്ത് ചെയ്യുന്നില്ല, ഒരു ആസ്തി ഒന്നും ഗവൺമെന്റിന്റെ കുറയ്ക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വരുമാനങ്ങളെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ചെലവുകളുണ്ട്. റവന്യൂ ചെലവുകളും ഈ റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ചെലവുകൾ ഗവൺമെന്റിന് വരാം? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അല്ലേ, അതുപോലെ തന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ, ഇതെല്ലാം ഗവൺമെന്റിന് ഉള്ള ചെലവുകളാണ്, റവന്യൂ ചെലവുകളിൽ വരുന്നതാണ്. അതുപോലെ നമ്മൾ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ തുടങ്ങിയ മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദൈനംദിന നടത്തിപ്പ് ചെലവുകൾ ആർക്ക് വരുന്നുണ്ട്, ഗവൺമെന്റിന് വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഗവൺമെന്റ് എവിടെന്തെങ്കിലും കടമെടുക്കാം, അല്ലെ, ലോകബാങ്കിൽ നിന്നൊക്കെ നമ്മൾ കടമെടുക്കുന്നുണ്ട്. അപ്പം ഈ കടമെടുക്കുന്നതിന് എന്ത് കൊടുക്കണം, ഗവൺമെന്റിന് പലിശ കൊടുക്കണം. ആ പലിശ അടവുകൾ സർക്കാരിന്റെ ചെലവുകളാണ്. അങ്ങനെ ഇത്രയും ചെലവുകളെല്ലാം പുതിയ ആസ്തികൾ സൃഷ്ടിക്കുകയോ നിലവിലുള്ള കടം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാരിന്റെ നിലവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പം റവന്യൂ ബജറ്റും അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് എന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഒരു സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടിനെയാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും എവിടെ വരുന്നുണ്ട്, ഈ റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തെയാണ് മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട്. ഗവൺമെന്റിന്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, മൂലധന അക്കൗണ്ട് അല്ലെങ്കിൽ മൂലധന ബജറ്റ് എന്നൊക്കെ പറയുന്നത്. മൂലധന വരുമാനവും മൂലധന ചെലവുകളും എവിടെ ഉൾപ്പെടുന്നുണ്ട്, മൂലധന ബജറ്റിൽ അല്ലെങ്കിൽ മൂലധന അക്കൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം സർക്കാരിന്റെ ആസ്തികളെയും ബാധ്യതകളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ പുനരാവർത്തനമല്ലാത്ത, നോൺ റിക്കറിങ് എന്ന് പറയും, പുനരാവർത്തനമല്ലാത്ത വലിയ തോതിലുള്ള ഇടപാടുകളെയാണ് ഈ ഒരു അക്കൗണ്ടിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും നിക്ഷേപങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. വരുമാനം എങ്ങനെയൊക്കെ വരാം? വായ്പകളുണ്ട്, ആഭ്യന്തര വായ്പകൾ, അതുപോലെ തന്നെ വിദേശ വായ്പകൾ, അതുപോലെ നിക്ഷേപങ്ങൾ വിറ്റഴിക്കും, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം,
അതുപോലെ വായ്പകൾ തിരികെ ലഭിക്കുന്നത്, ചെറിയ സമ്പാദ്യ പദ്ധതികളിൽ നിന്നുള്ള വരുമാനം. അപ്പൊ ഇത്തരം വരുമാനങ്ങളൊക്കെ സർക്കാരിന് ഒരു ബാധ്യത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ആസ്തി കുറയ്ക്കുകയോ ഓഹരി കുറയ്ക്കുകയോ വായ്പ ഉണ്ടാക്കുകയോ ഒന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ വരുമാനത്തിലൂടെ അല്ലെങ്കിൽ മൂലധന ബജറ്റ്, മൂലധന അക്കൗണ്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ചെലവുകൾ വരുമ്പോൾ പുതിയ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് വരുന്ന ചെലവുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഈ മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകുന്ന വായ്പകൾ, പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള ചെലവുകൾ, അങ്ങനെ ദീർഘകാലത്തേക്ക് നമ്മുടെ സർക്കാരിന്റെ ആസ്തികളിൽ വർധന ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്ന ചില അക്കൗണ്ടിനെയാണ് നമ്മൾ മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമുക്ക് ഗവൺമെന്റ് ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് വിനിയോഗധർമ്മം എന്ന് പറയുന്നത്. അലോക്കേഷൻ ഫങ്ഷൻസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ബജറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് വിനിയോഗധർമ്മം. പൊതു ഉപയോഗത്തിനായിട്ട് ഗവൺമെന്റ് ലഭ്യമാക്കുന്ന വസ്തുക്കളെയാണ് പൊതുവസ്തുക്കൾ, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പൊതു ഉപയോഗം. അതായത് ഒരു സർക്കാരിന്റെ കീഴിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പൊതുവസ്തുക്കൾ, പബ്ലിക് ഗുഡ്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം, അതുപോലെ തന്നെ പോലീസ് സംവിധാനം, പൊതുഭരണം, ജുഡീഷ്യൽ സേവനങ്ങൾ, അതുപോലെ നമ്മുടെ റോഡുകൾ, ഇതെല്ലാം എന്താണ് പൊതുവായിട്ട് നമ്മൾ പബ്ലിക് ഗുഡ്സ് എന്നാണ് ഇതിനെല്ലാം പറയുന്നത്, അല്ലേ? വിപണിയിൽ നിന്ന് വാങ്ങുകയും വിപണിയിൽ വിൽക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് സ്വകാര്യ വസ്തുക്കൾ എന്ന് പറയാൻ പറ്റും, പ്രൈവറ്റ് ഗുഡ്സ് എന്ന്. അപ്പോൾ ഇതുപോലെ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പൊതുജനങ്ങൾക്കായിട്ട് ചെയ്യുന്ന സേവനങ്ങളെല്ലാം തന്നെ എന്താണ് പൊതുവസ്തുക്കളാണ്. ഉദാഹരണങ്ങൾ പ്രതിരോധം, പോലീസ്, പൊതുഭരണം, ജുഡീഷ്യൽ സേവനം, റോഡുകൾ, ഇതെല്ലാം പബ്ലിക് ഗുഡ്സിന് ഉദാഹരണമാണ്. അപ്പം പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ വിപണിയിൽ നിന്ന് നമുക്ക് വാങ്ങുകയും വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ്, വസ്തുക്കളെയാണ് സ്വകാര്യ വസ്തുക്കളിൽ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ തുണികളുണ്ട്, വാഹനങ്ങളുണ്ട്, അതുപോലെ ഫുഡുണ്ട്, ടെക്സ്റ്റ്, TV, നിയമപരമായിട്ടുള്ള സേവനങ്ങൾ, മെഡിക്കൽ സേവനങ്ങളൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെയാണ് പുനർവിതരണ ധർമ്മം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബജറ്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ് പുനർവിതരണ ധർമ്മം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വരുമാനത്തിലും സ്വത്തിലുമുള്ള അസമത്വം കുറയ്ക്കുക എന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെയാണ് പുനർവിതരണ ധർമ്മം എന്ന് പറയുന്നത്. വരുമാനത്തിലും സ്വത്തിലുമുള്ള ജനങ്ങൾക്കിടയിലുള്ള അസമത്വം കുറയ്ക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഈ പുനർവിതരണ ധർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ലക്ഷ്യമാണ് സ്ഥിരതാധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. വില സ്ഥിരത, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയവ നിലനിർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ധാരാളം നടപടികൾ എടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഈ ഒരു ധർമ്മത്തെയാണ് സ്ഥിരതാധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ബജറ്റിന് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിനിയോഗധർമ്മം, അലോക്കേഷൻ ഫംഗ്ഷൻ, 2 പുനർവിതരണ ധർമ്മം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, 3 സ്ഥിരതാധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് എഴുതി വെച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് ബജറ്റിന് പ്രധാനമായിട്ട് 2 അക്കൗണ്ടുകളുണ്ടെന്ന് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്, 2 മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ 1 വിനിയോഗധർമ്മം, 2 പുനർവിതരണ ധർമ്മം, 3 സ്ഥിരതാധർമ്മം. ഗവൺമെന്റിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കും, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ ഗവൺമെന്റിന്റെ വരവുകളെ പൊതുവെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. റവന്യൂ വരവുകളെന്നും മൂലധന വരവുകളെന്നും. റവന്യൂ റെസിപ്റ്റ് എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും നമുക്ക് ഗവൺമെന്റിന്റെ വരവുകളെ നമുക്ക് പൊതുവെ 2 ആയിട്ട് തിരിക്കാം. അതിലൊന്നാമത്തെയാണ് റവന്യൂ വരവുകൾ, റവന്യൂ റെസിപ്റ്റ്. റവന്യൂ വരവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെന്റിന്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരവുകളെയാണ് റവന്യൂ വരവുകൾ എന്ന് പറയുന്നത്. അവ ആവർത്തന സ്വഭാവമുള്ളവയും തിരിച്ചെടുക്കാൻ കഴിയാത്തവയാണ്. ഉദാഹരണം നമ്മൾ പറയുന്നത് നികുതി, അതുപോലെ ഫീസ്, അതുപോലെ ഗവൺമെന്റ് ചുമത്തുന്ന പിഴ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭം, ഇതെല്ലാം റവന്യൂ വരവുകൾക്ക് ഉദാഹരണമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവർത്തന സ്വഭാവമുള്ളവയാണ്, തിരിച്ചെടുക്കാൻ കഴിയാത്തവയുമാണ്, അല്ലേ? നികുതി, അതുപോലെ തന്നെ ഓരോ ഫീസുകൾ, ഓരോന്നിനും ഓരോ ഫീസ് ഉണ്ടല്ലോ. ഏതൊരു ഓഫീസിൽ ചെന്നാലും നമുക്കൊരു ഫീസ് കാണും. അതുപോലെ ഗവൺമെന്റ് ഈടാക്കുന്ന ഫൈന്, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭം. ഈ റവന്യൂ വരവുകളെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. നികുതി വരുമാനമെന്നും നികുതി ഇതര വരുമാനമെന്നും 2 ആയിട്ട് തിരിക്കാം. നികുതി വരുമാനം നമുക്കറിയാം, പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ്, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നേരിട്ട് ചുമത്തുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്, അല്ല? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതി, അതായത് കമ്പനി നികുതിയൊക്കെ എന്താണ് പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. ഓരോ വ്യക്തിയും ഓരോ സ്ഥാപനം നേരിട്ടാണ് നികുതി ഈടാക്കുന്നത്. അപ്പം അല്ലെങ്കിൽ അവർ നേരിട്ടാണ് നികുതി എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിന് അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യക്ഷ നികുതി, വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കുമുള്ള നികുതി, അതുപോലെ സ്ഥാപനങ്ങൾക്കുള്ള നികുതി, കോർപ്പറേറ്റ് നികുതി, സ്വത്ത് നികുതി, അതുപോലെ തന്നെ പാരിതോഷിക നികുതി, ഇതെല്ലാം
എന്താണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഈ സ്വത്ത് നികുതിയെയും പാരിതോഷിക നികുതിയെയും കടലാസ് നികുതി എന്നും വിളിക്കുന്നുണ്ട്. ഇത് രണ്ടിനെയും കടലാസ് നികുതി എന്നും വിളിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ടാക്സിനെയും അതുപോലെ തന്നെ വെൽത്ത് ടാക്സിനെ, സ്വത്ത് നികുതി എന്ത് ചെയ്യുന്നുണ്ട്, കടലാസ് നികുതി എന്നും പേപ്പർ ടാക്സ് എന്ന് ഒക്കെ വിളിക്കുന്നുണ്ട്. അസമത്വങ്ങൾ കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ധനകാര്യ ടൂളാണ് എന്തെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. വരുമാനത്തിന്റെ പുനർവിതരണം എന്നൊരു ലക്ഷ്യം മുഖ്യമായിട്ടും കൈവരിക്കുന്നത് ഈ ആദായ നികുതി മുഖേനയാണ്. ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് ആദായ നികുതി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡയറക്ട് ടാക്സ്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ് പരോക്ഷ നികുതികൾ, അല്ലെ GST. നമുക്കറിയാം, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളെയാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. ഉദാഹരണം കസ്റ്റംസ് ഡ്യൂട്ടി. ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് ഏതെന്ന് പറയുന്നത്, എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ സേവന നികുതിയുണ്ട്. സേവനങ്ങൾക്ക് മേലുള്ള നികുതിയാണ് സേവന നികുതി. 2017 ജൂലൈ 1 മുതൽ GST വന്നതോടുകൂടി ഈ സേവന നികുതി ഉൾപ്പെടെയുള്ള പല പരോക്ഷ നികുതികൾ എന്ത് ചെയ്യുന്നുണ്ട്, GSTയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ്. അതുപോലെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗവൺമെന്റിന് പ്രധാനമായിട്ടും വരുമാനം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഗവൺമെന്റിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ വരവുകളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വരവുകളെ റവന്യൂ വരവുകളെന്നും മൂലധന വരവുകളെന്നും. റവന്യൂ റെസിപ്റ്റ് എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. റവന്യൂ വരവുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ബാധ്യതകളൊന്നും ഉണ്ടാക്കുകയോ ഗവൺമെന്റിന്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരവുകളെയാണ് റവന്യൂ വരവുകൾ എന്ന് പറയുന്നത്. ഇത് ആവർത്തന സ്വഭാവമുള്ളവയാണ്, തിരിച്ചെടുക്കാൻ കഴിയാത്തവയാണ്. നികുതി, ഫീസ്, ഫൈന്, പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള ലാഭം, ഇതെല്ലാം റവന്യൂ വരവുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ റവന്യൂ വരവുകൾ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. നികുതി വരുമാനമെന്നും നികുതി ഇതര വരുമാനമെന്നും, അല്ലെ, ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. നികുതി വരുമാനത്തെ നമ്മൾ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും അതിന്റെ ഉദാഹരണം നോക്കി. ഇനി നികുതി ഇതര വരുമാനം എന്ന് പറഞ്ഞാൽ നികുതികളല്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി ഇതര വരുമാനം. ഉദാഹരണം എന്ന് പറയാം, വായ്പകളിൽ നിന്നുള്ള പലിശ. നമ്മൾ ഗവൺമെന്റിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം. ഗവൺമെന്റ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ ഓഹരികളിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഓഹരികൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം. അതുപോലെ തന്നെ സേവനങ്ങളിൽ നിന്നുള്ള ഫീസ്. ഗവൺമെന്റിന്റെ ഒരുപാട് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സേവനങ്ങളിൽ നിന്നുള്ള ഗവൺമെന്റ് ലഭിക്കുന്ന ലാഭം, അതുപോലെ ഫീസ്, അതിന്റെ മറ്റു വരവുകൾ തുടങ്ങിയതൊക്കെ എന്താണ്, നികുതി ഇതര വരുമാനമാണ് ഗവൺമെന്റിന്റെ. അതുപോലെ രണ്ടാമത്തെയാണ് മൂലധന വരവുകൾ. അപ്പം റവന്യൂ വരവുകളിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും വരുന്നുണ്ട്. മൂലധന വരവുകൾ എന്ന് പറയുമ്പം, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുമ്പം ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെന്റിന്റെ ആസ്തി കുറയ്ക്കുന്നതുമായിട്ടുള്ള വരവുകളാണ്. ഇത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെന്റിന്റെ ആസ്തി കുറയ്ക്കുന്നതുമായിട്ടുള്ള വരവുകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഏത് പേരിലാണ്? മൂലധന വരവുകളാണ്. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ആവർത്തന സ്വഭാവം ഇല്ല. വായ്പകൾ, ആസ്തികളുടെ വിൽപ്പന, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഷെയറുകൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അപ്പം നമ്മൾ ഒരുപാട് ഷെയറുകൾ വിൽക്കുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെയുള്ള ആസ്തികളുടെ വിൽപ്പന, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിന്റെ വരുമാനം, ഗവൺമെന്റ് അങ്ങനെ വരുമാനങ്ങളൊക്കെ കണ്ടെത്താറുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് വായ്പകൾ എന്ന് പറയുന്നത്, അല്ലെ. പലിശ സഹിതം എന്ത് ചെയ്യണം, ഇത് തിരിച്ചടയ്ക്കണം. അതിൽ വായ്പകൾ ഗവൺമെന്റിന് എന്താണ്, ഒരു ബാധ്യത തന്നെയാണ്. അപ്പൊ അതുപോലെ ഗവൺമെന്റിന്റെ ആസ്തികൾ വിറ്റഴിക്കുന്നത്, ഇതിനെ പൊതുമേഖലയിലെ അപനിക്ഷേപം എന്നാണ് പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. പണ്ട് നമ്മൾ റെയിൽവേയിൽ കുറച്ച് വിറ്റഴിച്ചു എന്നൊക്കെ നമ്മൾ അന്ന് വാർത്തകളിലൊക്കെ കണ്ടതാണ്. പൊതുമേഖലയിലെ അപനിക്ഷേപം എന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ അപനിക്ഷേപം അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റിന് ബാധ്യതകൾ സൃഷ്ടിക്കുന്നതും അതിന്റെ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുന്നതുമായിട്ടുള്ള എല്ലാ വരവുകളും നമുക്ക് എന്ത് പറയാം, മൂലധന വരവുകൾ എന്ന് പറയാം. അപ്പൊ ഗവൺമെന്റ് നഷ്ടമുള്ള ഒരു വരവ് തന്നെയാണ് എന്ത്, മൂലധന വരവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്നതാണ് ചെലവുകളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ, ചെലവുകളുടെ വർഗീകരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഈ ഒരു പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും മനസ്സിലായി, അതുപോലെ തന്നെ മൂലധന വരവുകൾ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെലവുകൾ, അതായത് ഗവൺമെന്റിന് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, അപ്പോൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കണം. അതിന് നമുക്ക് റവന്യൂ ചെലവെന്നും അതുപോലെ തന്നെ മൂലധന ചെലവെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം.
വരവുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെലവുകളാണല്ലോ. അപ്പോൾ ചെലവുകളുടെ വർഗ്ഗീകരണം എന്ന് പറയുമ്പോൾ പൊതു ചെലവുകളെ പ്രധാനമായിട്ട് റവന്യൂ ചെലവെന്നും മൂലധന ചെലവെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പദ്ധതികളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പദ്ധതി ചെലവെന്നും പദ്ധതി ഇതര ചെലവുകളെന്നും അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ റവന്യൂ ചെലവ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് റവന്യൂ ചെലവെന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ആസ്തികൾ ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യാത്ത ചെലവുകളാണ് റവന്യൂ ചെലവെന്ന് പറയുന്നത്. അതായത് ആവർത്തിച്ചുള്ള ഒരു ചെലവ്, ആവർത്തന സ്വഭാവമുള്ള ആവർത്തിച്ചുള്ള ചെലവാണ് റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, അവർക്ക് കൊടുക്കുന്ന പെൻഷൻ, സബ്സിഡികൾ, ഗവൺമെന്റ് വായ്പകളുടെ പലിശ അടവ്, സംസ്ഥാനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഗ്രാന്റുകൾ, ദുരിതാശ്വാസ ഭരണ ചെലവ്, സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെലവ്, ഇതെല്ലാം ഗവൺമെന്റിന്റെ റവന്യൂ ചെലവിനകത്ത് വരുന്നതാണ്. ഗവൺമെന്റിന് ആസ്തികളൊന്നും ഉണ്ടാക്കുന്നില്ല, അതുപോലെ ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറയ്ക്കുന്നുമില്ല. ഇത്തരത്തിലുള്ള ചെലവുകളാണ് റവന്യൂ ചെലവ്. ഓക്കെ ആണല്ലോ. ഉദാഹരണം നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റവന്യൂ ചെലവുകളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. പദ്ധതി റവന്യൂ ചെലവുകളെന്നും പദ്ധതി ഇതര റവന്യൂ ചെലവുകളെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറഞ്ഞാൽ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, പദ്ധതി ഇതര റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണല്ലോ. പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ പ്രോജക്റ്റുകളും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ സ്കീമുകളും നടപ്പിലാക്കുന്നതിന് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നിർദ്ദിഷ്ട ചെലവുകളെയാണ് പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേന്ദ്രത്തിന്റെ പദ്ധതികൾ, അതുപോലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികൾക്കുള്ള കേന്ദ്രത്തിന്റെ ധനസഹായം, ഉദാഹരണം നമ്മൾ പറയുന്നത് വയനാട് ദുരിതാശ്വാസം, ഇതെല്ലാം പദ്ധതി റവന്യൂ ചെലവുകൾക്ക് ഉദാഹരണമായിട്ട് പറയാം. പദ്ധതി ഇതര റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി ഇല്ല. റവന്യൂ ചെലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പദ്ധതി ഇതര റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പൊതുവായ സാമ്പത്തിക സാമൂഹിക സേവനങ്ങളുടെ വിശാലമായിട്ടുള്ള ഒരു ശ്രേണിയാണ് പദ്ധതി ഇതര റവന്യൂ ചെലവിനകത്ത് വരുന്നത്. പലിശടവ്, പ്രതിരോധ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ, കമ്പോള വായ്പകൾ, വിദേശ വായ്പകൾ, അതുപോലെ വിവിധ കരുതൽ ഫണ്ടുകൾ, അവയ്ക്കുള്ള പലിശ തിരിച്ചടവുകൾ, അങ്ങനെ കയറ്റുമതി വായ്പയ്ക്കുള്ള പലിശ, ഭക്ഷ്യവസ്തുക്കൾ, രാസവളങ്ങൾ തുടങ്ങിയവർക്ക് നൽകുന്ന സബ്സിഡികളും, ഇതെല്ലാം എന്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? പദ്ധതി ഇതര റവന്യൂ ചെലവിനകത്ത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പദ്ധതി ഇതര റവന്യൂ ചെലവിനകത്ത് വരുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഉദാഹരണം ചോദിച്ചിട്ട് അതിനകത്ത് ഏത് ചെലവാണ് ഗവൺമെന്റിന്റെ ഏത് ചെലവാണെന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ പലിശ അടവ്, പ്രതിരോധ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, അതുപോലെ പെൻഷൻ, കമ്പോള വായ്പ, വിദേശ വായ്പ, വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ തിരിച്ചടവ്, കയറ്റുമതി വായ്പ, അതുപോലെ തന്നെ വായ്പയ്ക്കുള്ള പലിശ, ഭക്ഷ്യവസ്തുക്കൾ, രാസവളങ്ങൾ തുടങ്ങിയവയ്ക്ക് നൽകുന്ന സബ്സിഡി, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, പദ്ധതി ഇതര റവന്യൂ ചെലവിനകത്ത് വരുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെയാണ് മൂലധന ചെലവ്. ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ചെലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന ചെലവ്. ഭൗതിക ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുന്നതോ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതോ ആയ ചെലവുകളെയാണ് മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. അതായത് മൂലധന ആസ്തികളുടെ സൃഷ്ടിക്ക് കാരണമാകുന്ന എല്ലാ ചെലവുകളെയും നമുക്ക് എന്ത് പറയാം? മൂലധന ചെലവുകൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഭൗതിക ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുന്നതോ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതായിട്ടുള്ള ചെലവുകളെയാണ് മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ്, കെട്ടിടങ്ങൾ, മറ്റ് നിർമ്മാണങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഓഹരിയിലെ നിക്ഷേപം, ഇവയ്ക്കുള്ള ചെലവുകൾ, അതുപോലെ റോഡുകൾ, റെയിൽവേ, എയർപോർട്ട്, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റിനാവുന്ന ചെലവുകൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വായ്പകളും അഡ്വാൻസുകളും, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, മൂലധന ചെലവിനകത്ത് വരുന്നതാണ്. അപ്പോൾ മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് കിട്ടുന്നില്ല? ആസ്തികൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതോ ആയിട്ടുള്ള ചെലവുകളാണ് മൂലധന ചെലവ്. ഉദാഹരണം നമ്മൾ നോക്കിയാൽ മതി. ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവ്, കെട്ടിടങ്ങൾ, മറ്റ് നിർമ്മാണങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, അങ്ങനെയുള്ള ചെലവുകൾ, റോഡുകൾ, റെയിൽവേ, എയർപോർട്ട്, തുറമുഖം, ഇതിനൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ചെലവുകൾ, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തുടങ്ങിയവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വായ്പകളും അഡ്വാൻസുകളും ഇതെല്ലാം മൂലധന ചെലവിനകത്ത് വരുന്നതാണ്. മൂലധന ചെലവിനെയും നമുക്ക് പദ്ധതി ചെലവ്, പദ്ധതി ഇതര ചെലവ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പദ്ധതി ചെലവ് വികസന ചെലവാണ്. അതായത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം എന്നാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. പദ്ധതി ഇതര ചെലവിനകത്ത് ഗവൺമെന്റ് ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹിക സേവനങ്ങൾക്കുള്ള ചെലവാണ് പദ്ധതി ഇതര ചെലവിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ചെലവുകളുടെ വർഗ്ഗീകരണമാണ് നമ്മൾ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചറിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. റവന്യൂ ചെലവ്, ക്യാപിറ്റൽ, മൂലധന ചെലവ്. ഈ റവന്യൂ ചെലവിനകത്ത് പദ്ധതി റവന്യൂ ചെലവുകളും പദ്ധതി ഇതര റവന്യൂ ചെലവും പറഞ്ഞു. മൂലധന ചെലവിനകത്ത് പദ്ധതി ചെലവും പദ്ധതി ഇതര ചെലവും പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഉദാഹരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നീട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
പഠിക്കുന്ന മറ്റൊരു കാര്യം FRBM എന്ന് പറയുന്ന ഒരു ആക്ട് 2003 കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് FRBM. അത് നമ്മുടെ +2 എക്കണോമിക്സ് ടെക്സ്റ്റിനകത്ത് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതാണ്. കാരണം വേണമെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രസ്താവന നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. FRBM ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം എന്നാണ് ഇത്. ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം 2003 ഈ ഒരു ആക്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അസ്ഥിരമായിട്ടുള്ള ധനക്കമ്മി കുറച്ചുകൊണ്ട്, അതായത് സ്ഥിരമല്ലാത്ത ധനക്കമ്മി കുറച്ചുകൊണ്ട് ധനസ്ഥിരത കൈവരിക്കാൻ കൊണ്ടുവന്ന ആക്ടാണ്. അത് മെയിനായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. FRBM ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധനസ്ഥിരത കൈവരിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ്. അസ്ഥിരമായിട്ടുള്ള ധനക്കമ്മി കുറയ്ക്കുക. എന്താണ് ധനക്കമ്മി എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ധനക്കമ്മി കുറച്ചുകൊണ്ട് ധനസ്ഥിരത കൈവരിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് FRBM ആക്ട് 2003. അതിനകത്ത് ഇടക്കാല ധനനയ പ്രസ്താവന, അതായത് 3 വർഷത്തേക്കുള്ള ധനകാര്യ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ള 2003 മുതലുള്ള 3 വർഷത്തേക്കുള്ള ധനകാര്യ ലക്ഷ്യങ്ങൾ അതിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നയതന്ത്ര പ്രസ്താവന കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ധനമേഖലയിൽ ഗവൺമെന്റിനുള്ള മുൻഗണനകൾ അതിലെടുത്ത് പറയുന്നുണ്ട്. നയതന്ത്ര പ്രസ്താവന, അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ചട്ടക്കൂട് പ്രസ്താവന. ഇങ്ങനെ 3 പ്രസ്താവനകളാണ് പ്രധാനമായിട്ടും അവര് 2003 കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇടക്കാല ധനനയ പ്രസ്താവന, അതായത് 3 വർഷത്തേക്കുള്ള ധനകാര്യ ലക്ഷ്യങ്ങളാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെയാണ് ധനനയതന്ത്ര പ്രസ്താവന, അതിൽ ധനമേഖലയിൽ ഗവൺമെന്റിനുള്ള മുൻഗണനകൾ പറയുന്നു. മൂന്നാമത്താണ് സ്ഥൂല സാമ്പത്തിക ചട്ടക്കൂട് പ്രസ്താവന, അതിൽ GDP വളർച്ചാ നിരക്ക്, കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസന്തുലിതാവസ്ഥ, ബാഹ്യ സന്തുലിതാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയൊക്കെ വിലയിരുത്തുന്നുണ്ട്. അപ്പം FRBM ആക്ട് 2003 ബന്ധപ്പെട്ടുകൊണ്ട് 3 പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഇടക്കാല ധനനയ പ്രസ്താവന, അതുപോലെ നയതന്ത്ര പ്രസ്താവന, സ്ഥൂല സാമ്പത്തിക ചട്ടക്കൂട് പ്രസ്താവന. ഈ 3 പ്രസ്താവനകളൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനക്കമ്മി കുറച്ചുകൊണ്ട് ധനസ്ഥിരത കൈവരിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് FRBM ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനി ലാസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്മി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മി കുറയ്ക്കുക, ധനക്കമ്മി കുറയ്ക്കുക. അപ്പം ഗവൺമെന്റ് കമ്മി എന്നാന്ന് പഠിക്കണം. റവന്യൂ കമ്മിയുണ്ട്, ധനക്കമ്മിയുണ്ട്, അതുപോലെ പ്രാഥമിക കമ്മിയുണ്ട്, അതുപോലെ നമ്മൾ ധനനയം, ഫിസ്ക്കൽ പോളിസി, ക്രൗഡിങ് ഔട്ട്, റിക്കാർഡിയൻ തുലനം, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആവും.